VR നോയൽ രാജ് രചിച്ച എടയാട്ടുപറമ്പിലെ വിശേഷങ്ങൾ എന്ന ബാലസാഹിത്യ കൃതിയുടെ പ്രകാശനം CP പള്ളിപ്പുറം നിർവഹിച്ചു. This news brought you by Pleasant Holiday in Homestay. ശാന്തസുന്ദരമായ താമസ സൗകര്യവും സ്വന്തം ഫിഷ് ഫാമിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു അനുഭവവും നിങ്ങൾക്ക് തരുന്നു. പ്ലസന്റ് ഹോളിഡേ ഇൻ ഹോം സ്റ്റേ, പെരുമാൾപ്പടി ഈസ്റ്റ്, വൈപ്പിൻ. VR നോയൽ രാജ് രചിച്ച എടയാട്ടുപറമ്പിലെ വിശേഷങ്ങൾ എന്ന ബാലസാഹിത്യ കൃതിയുടെ പ്രകാശനം CP പള്ളിപ്പുറം നിർവഹിച്ചു. പൂയപ്പിള്ളി തങ്കപ്പൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് KV എബ്രഹാം, KS അജയ്കുമാർ, AS രതീഷ്, ബാബു മുനമ്പം, കണ്ണദാസ് തടിക്കൽ, PB സജീവൻ, ജോസഫ് പനക്കൽ, KP അനീഷ്, വിവേകാനന്ദൻ മുനമ്പം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. VL നോയൽ രാജിന്റെ 5ാമത്തെ പുസ്തകമാണ് എടയാട്ടുപറമ്പിലെ വിശേഷങ്ങൾ. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, പള്ളിപ്പുറം. നമ്മൾ ഈ സായാഹ്നത്തിൽ വളരെ വിശിഷ്ടമായൊരു കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ പ്രിയ സുഹൃത്തും നമ്മുടെ സഹസഞ്ചാരിയുമായ നോയൽ രാജൻ്റെ ഏറ്റവും പുതിയൊരു പുസ്തകം ഇന്ന് നമ്മളുടെ എല്ലാം സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്യുകയാണ്. അത് പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. അത് അഭിമന്യനായ നമ്മുടെ ഗുരുനാഥൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. നോയൽ രാജനെ നമുക്കറിയാം, വൈപ്പിൻകരയിൽ ഒരു കാലത്ത് യുവതയുടെ സാഹിത്യരംഗത്തെ വലിയൊരു ശബ്ദമായി ഉയർന്നു വന്നതാണ്. വൈപ്പിൻ തൂലിക പോലുള്ള സംഘടനകളൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കി നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് പിന്നീട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സംഭാവനകൾ വന്നില്ല. എങ്കിലും കുറെ പുസ്തകങ്ങളൊക്കെ വന്നു. നമുക്കറിയാം, കവിതാ സമാഹാരങ്ങളും കുട്ടികൾക്ക് ഗുരുദേവനെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളൊക്കെ വന്നത് നമുക്കറിയാം. ഇപ്പോ ഒത്തിരി വൈകിയ വേളയിലാണെങ്കിലും എടയാട്ടുപറമ്പിലെ വിശേഷങ്ങൾ എന്നുള്ള പേരിൽ ഒരു ബാലസാഹിത്യ കൃതി അദ്ദേഹം ഈ അടുത്താണ് അത് എഴുതി തീർത്തത്. അത് പുസ്തക രൂപത്തിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി അഭിനന്ദനായ ഗുരുനാഥന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കർമ്മം നിർവഹിക്കുന്നു. കുട്ടികളുടെ സാഹിത്യം ഇന്ന് ഏറെ സമ്പന്നമായ ഒരവസ്ഥയിലാണ്. ആ സാഹിത്യ സാമ്രാജ്യത്തിലെ ചക്രവർത്തി ഇവിടെ നിൽപ്പുണ്ട്. ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന മലയാളത്തിലെ കുട്ടികളുടെ എഴുത്തുകാരിൽ അഗ്രേസരനാണ് നമ്മുടെ പ്രിയപ്പെട്ട CP പള്ളിപ്പുറം. നമുക്കേറെ അഭിമാനം തരുന്ന ഒരു കാര്യമാണത്. എല്ലാവർക്കും തോന്നും കുട്ടികൾക്ക് വേണ്ടി എഴുതുക എളുപ്പമാണെന്ന്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഒരു കുട്ടിയായി തീരുക, അല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സ് ആവാഹിച്ചെടുക്കുന്ന മനസ്സുകളുടെ ഉടമകൾക്ക് മാത്രമേ കുട്ടികളെ രസിപ്പിക്കുന്ന രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. കുഞ്ഞുണ്ണി മാഷ് അതിൽ അഗ്രേസരനായിരുന്നു. ആനയെ കെട്ടിയ പൂമരത്തിന് ചോടെ പോണത് ആരാടാ, ആരാനുമല്ല കൂരാനുമല്ല കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് രസം തോന്നും. ആ തരത്തിൽ കുട്ടികളുടെ പ്രായമനുസരിച്ച് അവർക്ക് ആസ്വദിക്കാവുന്ന തരത്തിൽ നിലവാരം സൂക്ഷിച്ചുകൊണ്ട് എഴുതുന്നതിൽ ഏറ്റവും കൃതഹസ്തനായ ഒരാളാണ് CP പള്ളിപ്പുറം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരം കൊണ്ട് പ്രകാശനം ചെയ്യപ്പെട്ട ഈ പുസ്തകത്തിന് കൂടുതൽ ഭാവങ്ങൾ നേരാനുണ്ട്. നോയൽ രാജ് ഈ രംഗത്ത് ഏറെ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ്.